ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്ന സൗഹൃദങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ ദിവസവും ട്രെയിൻ യാത്രയിൽ ഒന്നിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗുരുവായൂർ തൃശൂർ പാസഞ്ചറിലായിരുന്നു വ്യത്യസ്തമായ ഓണാഘോഷം. തൃശൂരിൽ നിന്ന് സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഓണാഘോഷം തകർക്കുകയാണ്. ഇതിനിടയിൽ ഈ ട്രെയിനിൽ കണ്ടുമുട്ടുന്ന ചില യാത്രക്കാർ അവർ കൂടി ഒരു അപൂർവ ഒരു സംഗമം, അതായത് ഒരു ഓണാഘോഷം ഈ ട്രെയിനിൽ തന്നെ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ ഓണം കളറാക്കാണ്. പൂക്കളൊക്കെ അലങ്കരിച്ച് മാവേലിയൊക്കെയായിട്ടാണ് ഈ യാത്ര തുടരുന്നത്. കയറുന്ന യാത്രക്കാർക്ക് പോലും കാണുമ്പോൾ ഒന്ന് ഞെട്ടും അല്ലെ മാവേലി? അതെ, എല്ലാവരും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കണം. പാട്ടുകാരനായ മാവേലിയാണ്. ഒരു പാട്ട് പാടും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവനിലിൽ നീ വരൂ മകം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. എന്തായാലും ഈ ചില യാത്രക്കാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും സ്ഥിരം യാത്രക്കാരാണ് ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിൽ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്ന് ഇവിടുത്തെ കുണ്ടും കുഴിയിൽ നിന്നാണ് തോന്നുന്നത് മാവേലി പൊങ്ങി വന്നു. അപ്പം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഈ മാവേലിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട്. തൃശ്ശൂർ ഗുരുവായൂർ യാത്ര വളരെ ദുരിതത്തിലാണ്. അതേപോലെ തന്നെയാണ് ഒരു വന്ദേ ഭാരത് ഞങ്ങൾക്കില്ല. ഗുരുവായൂർ പാസഞ്ചറിൽ ഞങ്ങൾക്ക് ഗുരുവായൂർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് നിർത്തി. അതൊന്ന് പുനഃസ്ഥാപിച്ച് തരാൻ പറ്റുമോ എന്നുള്ള മാവേലിയോട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർക്കുള്ള ഒരു ട്രെയിൻ ഞങ്ങൾ ഇവിടെയുള്ള ഭരണാധികാരികളോട് പറഞ്ഞു മടുത്തു. ഇനി ഞങ്ങൾ ദുരിതം എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഞങ്ങൾ പണ്ട് മാവേലി നാടിരുന്ന ഒരു കാലം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പുളിവചനം. അപ്പൊ ഈ മാവേലിയോട് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങൾക്ക് ഇത്തവണ ഒരു വന്ദേ ഭാരതും നിർത്തിവെച്ച ട്രെയിനും ഗുരുവായൂർക്കുള്ള ഗുരുവായൂരിന് തിരുനാവായിക്കുള്ള കണക്ടിവിറ്റി, അങ്ങനെ ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങളാണ് മാവേലിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അത് മാവേലി എന്തായാലും ഭരണകർത്താക്കളോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം മേടിച്ചു തരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെ ഏറ്റവും വലിയ സ്വപ്നമായിട്ട്. മാവേലി ഞങ്ങൾക്കൊന്ന് ഒരു ഭരണകർത്താക്കളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അവസരം ഒന്ന് മേടിച്ചു തരാമോ? മാവേലിയോടൊക്കെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യാത്രാ ദുരിതമുണ്ട്, പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. പക്ഷേ തെല്ലും പരാതിയും പരിഭവവും ഇല്ലാതെ ഈ ട്രെയിൻ യാത്രയിലും ഓണം അങ്ങനെ ആഘോഷമാക്കുകയാണ്. ഈ തവണത്തെ ഓണം എന്തായാലും കളറാവട്ടെ മാവേലി, അല്ലേ? എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഓണാശംസകൾ. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. ക്യാമറാമാൻ വിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. എന്തായാലും ആ ഓണാഘോഷം അതിഗംഭീരമാണ്.